നമസ്കാരം. അഭിഭാഷകയായ ജിസ്മോളും പെൺമക്കളും മീനച്ചിലാറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച ജിസ്മോളുടെ സുഹൃത്ത് നിള. ഭർത്തൃവീട്ടിലെ ക്രൂരപീഡനം തന്നെയാണ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ കാരണമെന്നും നിള പറയുന്നു. വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നുവെന്നും ജിസ്മോളുടെയും മകളുടെയും നിറത്തെ ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നെന്നും നിള ഒരു ചാനലിനോട് വെളിപ്പെടുത്തി. കഴിഞ്ഞ നവംബറിൽ ജിസ്മോളെ നേരിൽ കണ്ടിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു. ജിസ്മോളുടെയും മകളുടെയും നിറത്തെ ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നു. സ്ത്രീധനത്തെ ചൊല്ലിയും തർക്കങ്ങളുണ്ടായിരുന്നു. ഭർത്താവ് ജിമ്മി മർദ്ദിച്ചതിനെക്കുറിച്ചും ഒരാഴ്ചയോളം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെക്കുറിച്ചും ജിസ്മോൾ അന്ന് പറയുന്നെന്നും നിള ഓർത്തെടുക്കുന്നുണ്ട്. വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നു. എന്നാൽ കുടുംബത്തെ ഓർത്ത് ജിസ്മോൾ കൂടുതൽ പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞിരുന്നില്ല എന്നാണ് നിള പറയുന്നത്. അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും ജിസ്മോളുടെ കുടുംബം നാളെ പരാതി നൽകും. പോലീസിൽ നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണം നടക്കും. കുടുംബം കടുത്ത ആരോപണങ്ങളാണ് ഭർത്തൃവീട്ടുകാർക്കെതിരെ ഉന്നയിക്കുന്നത്. ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി കശ്മീരിൽ പോകണം. ജുഡീഷ്യൽ സർവീസസ് ടെസ്റ്റിനായി പഠിക്കുന്നു. നോട്ടറിയാകാനുള്ള പട്ടികയിൽ പേരുണ്ട്. വിവിധ ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറി ബോർഡിൽ അംഗമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന മകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണമെങ്കിലും എനിക്കറിയണമെന്നാണ് അഡ്വക്കേറ്റ് ജിസ്മോളുടെ അച്ഛൻ പാലാ മുത്തോലി പടിഞ്ഞാറ്റിൻകര PK തോമസ് പറയുന്നത്. വിഷുവിൻ്റെ തലേന്ന് മുതൽ മോളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. പലപ്പോഴും ചെയ്തിരുന്നത് പോലെ ഭർത്താവ് ജിമ്മി ഫോൺ മാറ്റിവെച്ചിരിക്കാമെന്ന് പോലും കരുതി. പിറ്റേന്ന് മോൾ ആത്മഹത്യ ചെയ്ത ശേഷം എന്നെ അവരുടെ ഒരു ബന്ധു വിളിച്ച് ആ വിവരം പറഞ്ഞത് ഫോണിൽ നിന്നാണ്. മക്കളെയും കൂട്ടി പുറത്തേക്ക് പോയപ്പോൾ പോലും ആ ഫോൺ അവളുടെ കയ്യിലുണ്ടായിരുന്നില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നും ആ പിതാവ് വേദനയോടെ പറയുന്നു. 2019 കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ജിസ്മോൾ ഭർത്തൃവീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നെന്നാണ് തോമസ് പറയുന്നത്. ഭർത്താവും അമ്മയും സഹോദരിയും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണക്കാരി ചെന്നുകയറിയ അവളാണെന്ന് പറഞ്ഞ് അവഹേളിക്കുമായിരുന്നു. സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് വഴക്കിടുമായിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത്. ജിമ്മിയുടെ സഹോദരിക്ക് 15 ലക്ഷം രൂപയും സ്വർണവും അവർ കൊടുത്തപ്പോൾ ജിസ്മോൾക്ക് 3 ലക്ഷം രൂപയും 25 പവനുമേ കൊടുത്തുള്ളൂവെന്നും പറഞ്ഞു. തുക കുറഞ്ഞുപോയെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. കറുത്ത നിറമാണെന്ന് പറഞ്ഞ് കളിയാക്കി. ആദ്യ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ അല്പം സ്നേഹം കാണിച്ചത് ജിമ്മിയുടെ അച്ഛൻ മാത്രമാണ്. അതിനും അവളെ കുറ്റപ്പെടുത്തും. അവൾ അയാളെ വശീകരിച്ച് വെച്ചിരിക്കുകയാണെന്നാണ് മറ്റുള്ളവർ ആരോപിച്ചിരുന്നത്. ആ സമയത്ത് നെറ്റിപൊട്ടിയ പാട് കണ്ടപ്പോൾ സംശയം തോന്നി. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ജിമ്മി അടിച്ചതാണെന്ന് പിന്നെ സമ്മതിച്ചു. അപ്പോൾ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞതാണ്. കുടുംബക്കോടതിയിൽ അഡ്വക്കേറ്റായി തനിക്ക് സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരും വില തരില്ല, അപ്പനിതാരോടും പറയരുതെന്നും അവൾ വിലക്കിയിരുന്നതായി അദ്ദേഹം പറയുന്നു. അവൾ എന്തേലും അവിവേകം കാട്ടുമോ എന്ന് പേടിച്ച സമയമുണ്ട്. കഷ്ടപ്പെട്ടല്ലേ അപ്പ ഞങ്ങളെ പഠിപ്പിച്ചത്, അപ്പൻ്റെ മുഖം മറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിച്ചിരുന്നു. അടുത്തിടെ അവരുടെ കുടുംബ ബിസിനസ് സംബന്ധിച്ച കേസ് അവൾ വാദിക്കണമെന്ന് ഭർത്തൃവീട്ടുകാർ നിർബന്ധിച്ചു. കേസിൽ ന്യായമില്ലെന്നും ജയിക്കാൻ സാധ്യതയില്ലെന്നും മകൾ തന്നോട് പറഞ്ഞിരുന്നു. അവസാനം വിധി വന്നപ്പോൾ തോറ്റു. അതേക്കുറിച്ചും പറഞ്ഞ് പ്രശ്നമുണ്ടായെന്നും തോന്നുന്നു. മരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ എന്തോ സംഭവിച്ചു. ജിസ്മോളുടെ ദേഹത്ത് മർദ്ദിച്ച പാട് കണ്ടു. ഭർത്താവിൻ്റെ കുടുംബമാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടത്. അത് വിഷുവിന് തലേന്നാകണം. അന്നു മുതൽ അവളുടെ കയ്യിൽ ഫോണില്ല. എത്ര ദിവസമായിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്നും ആ കുടുംബം ആരോപിക്കുന്നുണ്ട്.